എന്നെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു ചിന്തിരി കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണുപ്പില്ലാത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തണുപ്പില്ലാത്ത 1/4 കപ്പ് പാല്. കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുത്തിട്ട് അതിൽ നിങ്ങൾ 1/2 ഗ്ലാസ് റവ എടുക്കുക, 1/4 ഗ്ലാസ് ഏകദേശം നമുക്കൊരു കണക്കറിയാമല്ലോ പാലെടുക്കുക കേട്ടോ. പിന്നെ വാനില എസൻസും ചേർത്ത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർക്കുക, അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ബിരിയാണിക്കൊക്കെ ചേർക്കില്ല, അത് 2-3 ഡ്രോപ്സേ അത് ചേർക്കാവൂ. ഇത് 10 മിനിറ്റിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. 3/4 കപ്പ് എടുത്താലാണ് നല്ല മധുരം നമുക്കതിന് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ മധുരം കുറച്ച് വേണമെന്ന് പറയില്ല, അവർക്ക് ഇങ്ങനെ നമുക്ക് ഈ രീതിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയ സ്പൂണല്ല, കുറച്ചും കൂടെ വലിയ സ്പൂൺ ഉണ്ടല്ലോ, അതിനൊരു വലിയ 2 സ്പൂൺ അളവിൽ മൈദ ചേർത്തിട്ടുണ്ട്. അതേ സ്പൂണിന് വലിയ സ്പൂൺ അളവിൽ 2 സ്പൂൺ അളവിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലും, ഇനി ഇതിലേക്ക് തണുപ്പില്ലാത്ത 2 സ്പൂൺ അളവിൽ പാലും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നമുക്ക് റവയാണ് ഇതിൽ ചേർത്തതെന്ന് പോലും അറിയത്തില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ സോഡാപ്പൊടി മാത്രം ചേർത്താൽ മതി. സോഡാപ്പൊടിയിലേക്ക് ഒരല്പം വിനാഗിരി മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിൽ 1/2 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ട് ചേർക്കുന്നുണ്ട്, കുറച്ച് യെല്ലോ ഫുഡ് കളറും ചേർക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്തതെന്ന് ആരും പറയില്ല, കാരണം അത്രയും നല്ല സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത്. അപ്പോൾ നമ്മുടെ ഇഡലിയുടെ ആ ഒരു തട്ടെടുക്കുക, എൻ്റെ സ്റ്റീലാണ് കേട്ടോ. അലൂമിനിയം ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്, പെട്ടെന്ന് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ഞാനിപ്പോൾ ആവിയിലാണ് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മൾ നോർമലി വെള്ളമൊന്നും ഒഴിക്കാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് ഇഡലി തട്ടിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങൾ അല്ലാണ്ട് ബേക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ, ഓരോന്നോരോന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് എടുക്കും. ഇതിപ്പോൾ ഞാൻ ആവി കയറ്റിയിട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാതാണെങ്കിൽ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ആവി കയറ്റിയാൽ നല്ല ടേസ്റ്റാണ്, കേക്ക് പോലെ തന്നെയായിരിക്കും. കേക്കായി വരുമോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാക്കും. അടിപൊളി കേക്കായിട്ട് തന്നെ വരും. ഇതിപ്പോൾ ഞാൻ ആവി കയറ്റി എടുത്തിട്ടുള്ള നമ്മുടെ റവ കേക്കാണ്. അടിപൊളിയാണ്, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. മധുരം ഇല്ലാത്ത ചിലവരെനിക്ക് കമൻറ്റ് ഇടാറുണ്ട് മധുരം ഇല്ലാതെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് മധുരം കുറച്ചിട്ടത്. മധുരം കൂട്ടിയും കുറച്ചൊക്കെ നമുക്കിത് ചെയ്യാൻ, ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, കൂടെ ഒരു കുഞ്ഞു ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റെസിപ്പീസ് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ.